തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള തുടർ ചർച്ചകൾ ഇനി ഡൽഹിയിലായിരിക്കും നടക്കുക. ജയലളിത, ശശികല എന്നിവർ പ്രതികളായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചയ്ക്കകം വിധി വരുന്ന സാഹചര്യത്തിലാണ് ശശികലയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിൽ ആയത്. തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഗവർണർ സി വിദ്യാസാഗർ റാവു അറ്റോർണി ജനറലുമായി ചർച്ച നടത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീംകോടതി വിധി വന്ന ശേഷം സത്യപ്രതിജ്ഞ നടത്തിയാൽ മതിയെന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച നിയമോപദേശം. അതിനിടെയാണ് DMK നേതാവ് MK സ്റ്റാലിന്റെ ഡൽഹി സന്ദർശനം. ശശികലയെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട സ്റ്റാലിൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ശശികല മുഖ്യമന്ത്രിയാകുന്നത് ജനങ്ങളുടെ താൽപര്യത്തിന് എതിരാണെന്ന നിലപാടുമായി സ്റ്റാലിൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതേസമയം ഗവർണറെ ഉപയോഗിച്ച് ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും ഉണ്ടായതിന് സമാനമായ നീക്കം നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. AIADMKയ്ക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ നേരിടുന്ന ശശികലയ്ക്കെതിരെ ഓൺലൈനിലും ഒപ്പുശേഖരണം നടക്കുന്നുണ്ട്. പൊതുപ്രവർത്തന പരിചയം ഇല്ലാത്ത വ്യക്തി മുഖ്യമന്ത്രിയാകുന്നതിനെതിരെയാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഓൺലൈനിൽ പരാതി നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.